അപ്പോൾ ഇന്ന് ഞാനൊരു ബ്യൂട്ടി ടിപ്പ് അല്ലെങ്കിൽ ഒരു ഹെയർ ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ ഹെയർ മിക്കവരുടെയും ലേഡീസിൻ്റെ ആയിക്കോട്ടെ ജെൻസിൻ്റെ ആയിക്കോട്ടെ ഹെയറുകളെല്ലാം തന്നെ കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയറുകളായിരിക്കും. അതായത് സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ്, അതുപോലെ തന്നെ ബ്ലോ ഡ്രൈ, ഹെയർ ഹൈലൈറ്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഹെയറുകളായിരിക്കും. പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ കെയർ എന്താണെന്നോ അല്ലെങ്കിൽ ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നോ ഈ സ്ട്രക്ചർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നോ ഒന്നും എല്ലാവർക്കും അറിയണമെന്നില്ല. അറിയണവരുണ്ടാവും, പക്ഷേ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടാവില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരു മെസ്സേജ് വന്നിരുന്നു ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ഹെയർ നമ്മൾ കെമിക്കലി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ ഒരു സെക്കൻഡ് ഡേ അല്ലെങ്കിൽ തേർഡ് ഡേ ആണ് നമുക്ക് ഫസ്റ്റ് വാഷ് വരുന്നത്. ഫസ്റ്റ് വാഷ് നമ്മൾ വീട്ടിൽ ചെയ്യാതെ മാക്സിമം സലൂൺസിലോ പാർലറിലോ തന്നെ പോയി നമ്മൾ എവിടെയാണോ കെമിക്കലി ചെയ്തത് അവിടെ തന്നെ പോയിട്ട് ഫസ്റ്റ് വാഷ് കൊടുക്കുക. സലൂണിൽ പോയിട്ട് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് അവരൊരു സ്പാ വാഷാണ് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് മുടിക്ക് ഒത്തിരി ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പാ വാഷ് നമുക്ക് തരുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും പാർലറിലോ സലൂൺസിലോ ഫസ്റ്റ് വാഷ് ചെയ്യുക. ആഫ്റ്റർ ഒരു 15 ഡേയ്സിന് ശേഷം നമുക്കിതിൻ്റെ സ്ട്രക്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ആഫ്റ്റർ ഒരു 15 ഡേയ്സിന് ശേഷം ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാം. മുടിയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ മുടി റീഗ്രോത്ത് ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ്സ് വീട്ടിൽ തന്നെ കൊടുക്കാൻ പറ്റും. അതായത് ജസ്റ്റ് ഒരു കുറച്ച് പാത്രത്തിൽ വെള്ളം എടുക്കുക, വെള്ളം ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കുക. അതിലേക്ക് നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ വേറൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ആ എണ്ണ ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അങ്ങനെ ഡബിൾ ബോയിൽ മെത്തേഡിലൂടെ നമുക്ക് എണ്ണ ചൂടായി കിട്ടും. ആ എണ്ണ നമ്മൾ കോട്ടണിൽ മുക്കിയിട്ട് നമ്മുടെ ഈ സ്കാൽപ്പിൽ മാത്രം ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ശേഷം നല്ല മസാജൊക്കെ കൊടുത്ത് ഒരു ഹാഫ് അവർ അല്ലെങ്കിൽ ഒരു 1 അവർ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി കളയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്ത് തന്നെ ഈ ഓയിൽ കണ്ടൻറ്റ് ഒട്ടും തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഇല്ലാതെ നമ്മൾ കഴുകി കളയണം. മാക്സിമം ഹോട്ട് ഓയിലൊക്കെ ചെയ്യുന്ന ദിവസം ഒരു ഡബിൾ വാഷ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഷാമ്പു നമ്മൾ ഏത് ബ്രാൻഡാണോ സ്ട്രൈറ്റനിങ്, സ്മൂത്തനിങ് അല്ലെങ്കിൽ കെമിക്കൽ ചെയ്യാൻ യൂസ് ചെയ്ത ഏത് ബ്രാൻഡാണോ ആ ബ്രാൻഡിൻ്റെ തന്നെ ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഹോട്ട് ഓയിലൊക്കെ ചെയ്യുന്ന ദിവസങ്ങളിൽ നന്നായിട്ട് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്ത് ഓയിൽ കണ്ടൻറ്റ് ഒട്ടും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. പുറത്ത് പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഓയിലിലേക്ക് ഡേർട്ട്സ് അബ്സോർബായി ഡാൻഡ്രഫ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓയിൽ കണ്ടൻറ്റ് ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വീക്ക്ലി വൺസ് നമുക്ക് ഹെയർ പാക്കുകൾ നമുക്ക് ഹെയറിൻ്റെ ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഹെയർ പാക്കുകൾ നമുക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അതായത് മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള ഹെയർ പാക്കുകൾ നമുക്ക് യൂസ് ചെയ്യാം. തേങ്ങാപ്പാൽ, അതുപോലെ തന്നെ കറ്റാർ വാഴ, ഉലുവ, അങ്ങനെയുള്ള നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഹോം റെമഡീസ് വെച്ച് തന്നെ നമുക്ക് പാക്കുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വീക്ക്ലി വൺസ് അങ്ങനെ ചെയ്താൽ മതി. പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്ക് മന്ത്ലി വൺസ് എങ്കിലും നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ സലൂണിലോ പാർലറിലോ പോയിട്ട് ഒരു ഹെയർ സ്പാ മുടിക്ക് കൊടുക്കുന്നത് ഭയങ്കര ബെറ്ററാണ്. അതായത് നമുക്ക് അവർ സ്പാ കൊടുക്കുമ്പോൾ അവരത് ജസ്റ്റ് ഒരു മസാജും അതുപോലെ തന്നെ ഒരു സ്റ്റീമൊക്കെ കൊടുത്തിട്ടാണ് നമുക്ക് സ്പാ ചെയ്യുന്നത്. അപ്പോൾ ഈ നമുക്ക് മസാജ് കൊടുക്കുന്നതിലൂടെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവാനും അതുപോലെ തന്നെ നമ്മുടെ റീഗ്രോത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഇത് ഹെൽപ്ഫുള്ളാണ്. ഹെയറിൻ്റെ ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്പ്ലിറ്റ്നെസ്, ഈ ഡ്രൈ ഹെയറിൻ്റെ നമ്മുടെ ഈ താഴ്ഭാഗത്തൊക്കെ സ്പ്ലിറ്റ്നെസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ സ്പാ കൊടുക്കുമ്പോൾ സ്റ്റീം കൊടുക്കുന്നതിലൂടെ ഈ സ്പ്ലിറ്റ്നെസ്, അതുപോലെ ഈ കായ ഉണ്ടാവുമല്ലോ മുടിയുടെ അറ്റത്തൊക്കെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്കൊക്കെ കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ സ്പാകൾ. അതുപോലെ തന്നെ ഹെയർ നല്ല മോയ്സ്ചറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് സ്പാ. അതുപോലെ തന്നെ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്നും ഹെയർ വാഷ് ചെയ്യാതിരിക്കുക. കെമിക്കലി ട്രീറ്റഡ് ഹെയറുകൾ പ്രത്യേകിച്ച് നമ്മുടെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നും ഹെയർ വാഷ് ചെയ്യാതിരിക്കുന്നത് ബെറ്ററാണ്. 2 ദിവസം കൂടുമ്പോൾ വാഷ് ചെയ്യുന്നതാണ് ബെറ്റർ. വാഷ് കുറയ്ക്കുന്നതിലൂടെ ഇങ്ങനെയുള്ള മുടിയുടെ പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുവിധം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത്രയാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ കോംബ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ബ്രഷസ്, അതായത് ഇതിൻ്റെ ഈ ഭാഗമെല്ലാം നല്ല സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബ്രഷസ് വെച്ച് നമ്മൾ കോംബ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹാർഡായിട്ടുള്ള ബ്രഷുകൾ യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ടാങ്കിൾസൊക്കെ ഉള്ള ഹെയർ ആണെങ്കിൽ കുറച്ചുകൂടെ പല്ലകന്ന ചീപ്പുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് മുടി പൊട്ടിപ്പോവാതിരിക്കാനാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ കുളി കഴിഞ്ഞ് വന്ന ഉടനെ നമ്മൾ സെറം അപ്ലൈ ചെയ്യുക. വെറ്റ് ഹെയർ തന്നെ നമ്മൾ സെറം അപ്ലൈ ചെയ്യുക. പല ബ്രാൻഡിൻ്റെയും സെറംസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കിട്ടും.
അപ്പോൾ അത് നമ്മുടെ വെറ്റ് ഹെയറിൽ യൂസ് ചെയ്യുമ്പോൾ സ്കാൽപ്പിൽ കൊടുക്കാതെ നമ്മുടെ ഹെയറിൽ മാത്രം സെറംസ് യൂസ് ചെയ്യുക. സെറംസ് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹെയർ നല്ല മോയ്സ്ചറായിട്ടിരിക്കാനും ഡ്രൈനെസ് കുറയ്ക്കാനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടും സെറംസ് ഹെൽപ്ഫുള്ളാണ്. ഹെയർ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഷാമ്പു യൂസ് ചെയ്യും. ഷാമ്പു ഡയറക്റ്റ് നമ്മുടെ സ്കാൽപ്പിലേക്ക് കൊടുക്കാതിരിക്കുക. വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഷാമ്പു ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രം സ്കാൽപ്പ് നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് കളഞ്ഞ് ഹെയറിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഷാമ്പു പിന്നെ എടുക്കേണ്ട ആവശ്യമില്ല. ഈ സ്കാൽപ്പിൽ യൂസ് ചെയ്യുന്ന ആ ഷാമ്പു തന്നെ നമുക്ക് ഈ ഹെയറിലോട്ടും മതി. ഹെയറിലേക്ക് ഒത്തിരി ചെളിയില്ല, നമ്മുടെ സ്കാൽപ്പിലാണ് കൂടുതലും. അതുപോലെ ഡേർട്ടും ഒക്കെ അടിഞ്ഞു കൂടിയിരിക്കുന്ന സ്കാൽപ്പിലാണ്. അപ്പോൾ ഈ സ്കാൽപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഈ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയുക. നമുക്ക് ടവൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് കളയുക. അതിനുശേഷം കണ്ടീഷണർ നമുക്ക് ആവശ്യം സ്കാൽപ്പിലേക്കല്ല, ഹെയറിലാണ്. ഹെയറിൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ ഹെയർ ഒന്ന് മോയ്സ്ചറായിട്ടിരിക്കാനും ഡ്രൈനെസ് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ കണ്ടീഷണർ. നമ്മൾ യൂസ് ചെയ്ത കെമിക്കൽ ട്രീറ്റ് ചെയ്ത ആ സെയിം ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ഹെയർ സ്റ്റൈലുകൾ യൂസ് ചെയ്യാതിരിക്കുക. ബൺ ഹെയർ സ്റ്റൈൽസ് മാക്സിമം ഒഴിവാക്കുക. സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു ക്ലിപ്പ് മാത്രം കൊടുക്കുന്ന ഹെയർ സ്റ്റൈലുകൾ, അല്ലെങ്കിൽ മാക്സിമം അഴിച്ചിടുന്നവരാണെങ്കിൽ അഴിച്ചിടുക. അങ്ങനെയുള്ള കുറച്ച് സിമ്പിൾ ഹെയർ സ്റ്റൈൽസ് മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. രാത്രിയാണെങ്കിലും കിടക്കുമ്പോൾ ഒന്ന് വിടുത്തിയിട്ട് കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ബാൻഡുകൾ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഊരിയെടുക്കുമ്പോൾ അതിൽ കുറേ മുടികൾ കാണും. അപ്പോൾ അതുപോലത്തെ ബാൻഡുകൾ അല്ലെങ്കിൽ അതുപോലത്തെ ക്ലിപ്പുകൾ യൂസ് ചെയ്യാതിരിക്കും. നമ്മൾ ഫങ്ഷൻസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറ്റ് കൊടുക്കേണ്ട അവസ്ഥകളിൽ നമ്മൾ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേകൾ യൂസ് ചെയ്തതിന് ശേഷം മാത്രം ഹീറ്റ് കൊടുക്കുക. അതുപോലെ ഡ്രൈ ആക്കണം, എൻ്റെ മുടി ഇങ്ങനെ നനഞ്ഞിരിക്കണം, എനിക്കിഷ്ടമല്ല, ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂൾ മോഡിൽ ഇട്ടിട്ട് വേണം ഡ്രൈ ആക്കാനായിട്ട്. ഒരിക്കലും ഹീറ്റ് കൊടുത്തിട്ട് നമ്മൾ ഡ്രൈ ആക്കരുത്. അതുപോലെ പാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹെന്ന ഒഴിച്ചുള്ള പാക്കുകൾ മാത്രം നമ്മൾ കൊടുക്കുക വീക്ക്ലി വൺസ്. അപ്പോൾ നമ്മൾ ഹെയർ കെയർ ചെയ്യേണ്ട കാര്യങ്ങളും ഹെയർ മാസ്കും ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റും ഒക്കെ നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മൾ കഴിക്കുന്ന ഫുഡിലും കൂടെ ഹെയറിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ നോക്കുക. വെജിറ്റബിൾസ്, എഗ്ഗ്, മിൽക്ക് പോലെയുള്ള ന്യൂട്രീഷൻസ് ഉൾപ്പെടുന്ന ഫുഡുകൾ കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ എക്സ്റ്റേണലിയും ഇൻറ്റേർണലിയും നമുക്ക് കെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ മനസ്സിലായി കാണും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.